ബോഡി കിട്ടാതെ കേസ് എവിടെ എത്തില്ല സണ്ണി. ആണല്ലേ? ഓക്കെ. ബോഡി അവർക്ക് കിട്ടുമോ? ബോഡി കിട്ടില്ലല്ലോ. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. ഇവിടെ ചോരയില്ലാതെ വേറെ എന്തെങ്കിലും കുടിക്കാൻ കിട്ടുമോ? ഇല്ല, വാ പുറത്തു വാ. ನಾ ಲೊಕೇಶನ್ ಕಳಿಸ್ತೀನಿ. ಒಂದು ನಿಮಿಷ, ನಾನು ಕಾಲ್ ಮಾಡ್ತೀನಿ. ശരിക്കും പേര് ചന്ദ്ര എന്ന് തന്നെയാണോ? ശരിക്കും പേര് നീലി. നീലി? നീലി എന്ന് പറയുമ്പോൾ ഈ കള്ളിയങ്കാട്ട് നീലി? അത് ഞാനാ. പക്ഷെ കത്തനാരോ മറ്റോ തലയിൽ ആണിയടിച്ച് കൊന്നു എന്നാണല്ലോ കേട്ട് കേൾവി. പേടിക്കണ്ട. നിന്നെ തളച്ചൊന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്, കൊല്ലാനല്ല. നിന്റെ ബലഹീനതകളും ശക്തികളും എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മൃത്യുവിനെ തോൽപ്പിക്കാൻ ശേഷിയില്ലെന്തോ രക്തത്തിൽ കലർന്ന കാരണമാണ് നീ ഇങ്ങനെ ആയത്. നിന്നെപ്പോലെ നീ മാത്രമല്ല നീലി, മറ്റു ചിലർ കൂടിയുണ്ട്. മനുഷ്യരെയല്ല, ഇവിടെങ്ങുള്ള ആളുകളുമല്ല. അതിൽ നിന്നെപ്പോലെ നല്ല ആളുകളുമുണ്ട്, അതേപോലെ തന്നെ അപകടകാരികളും. ഓരോരുത്തർക്കും പലതരം ശക്തികളും ബലഹീനതകളുമാണ്. എന്നെപ്പോലെ വെറൊരു മനുഷ്യന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് ഒറ്റയ്ക്ക് തളയ്ക്കാൻ പറ്റാത്ത 2 പേരുണ്ട്. അവരെ പിടികൂടാൻ എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. ആരാ ആ 2 പേര്? ഒരുത്തൻ ഒരു ചാത്തനാണ്. ചാത്തന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നീലി? എല്ലാം പറഞ്ഞുതരാം. അതിനു മുൻപ് നമുക്കൊരാളെ പോയി കാണണം. ആരാ? മൂത്തോൻ. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സാ? ഓ, ഞാനിതൊക്കെ മിത്താണെന്നാണ് വിചാരിച്ചിരുന്നത്. മിത്ത്, ഐതിഹ്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ശരിക്കുള്ളതാണെന്നറിയോ?
ஏய் நீ யாரு என்ன பிளாக் மேஜிக்கா பண்ணுற? எனக்கு நல்லா தெரியும் நீ தான் அவங்கள கொன்னதுன்னு. அவனுங்கெல்லாம் யார் யாரோட ஆளுங்கன்னு தெரியுமா? உன்னையும் உன் கூட சுற்றினு இருக்கானே அவனையும் சேர்த்து கொள்வானுங்க. நான் போனோன்னே வருவானுங்க பாரு. அதுக்கு நீ போனா தானே? അയ്യോ ചന്ദ്ര സണ്ണി ഇവിടുന്ന് പോ. അയാളൊന്നും ചെയ്യരുത്. വേറെ വഴിയില്ല. കൊന്നാ പണിയാവും. പോലീസുകാരനാണ്. ചന്ദ്ര ഇവിടുന്ന് പോയാ പോരെ അടുത്ത സ്ഥലത്തേക്ക്? ആ സണ്ണി എന്താ ശബ്ദം കേട്ടത്? സണ്ണി സണ്ണി യാ സണ്ണി സണ്ണി യാ സണ്ണി സണ്ണി യാ സണ്ണി പിടി കൈതാ വീൽ ചെയർ ഇരുത്ത ഇരുത്ത. ഇത് ഏത് സ്ഥലം? ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ. ഞങ്ങളെതിരെ കൊണ്ടുവിടുന്നേ. ഇവിടെ എന്താണ് വെട്ടവും മേടിച്ചു തോന്നില്ലേ? ഞാൻ മെയിൻ സ്വിച്ച് എവിടെ നോക്കിട്ട് വരാം. സണ്ണി ഇതാണോ താമര ക്ലിനിക്ക്? എടാ ഇത് കണ്ടോ? സണ്ണിയുടെ ഫോട്ടോയും ചന്ദ്രയുടെ ഫോട്ടോ ഒക്കെ ന്യൂസില്. പോലീസും എൻ ഐ ഒക്കെ നമ്മുടെ ഫ്ലാറ്റിലും അവളുടെ ഫ്ലാറ്റിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. ചന്ദ്ര ടെററിസ്റ്റ് ആണ് ന്യൂസ് മൊത്തം കാണിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിയേ. വേറെ എവിടെയും പോകാൻ പറ്റില്ല. സണ്ണിക്ക് വേണു തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഞാനോ? വേണു ആ ഇഞ്ചറി ഒന്ന് ചെക്ക് ചെയ്യ്. കണ്ടിട്ട് ഫ്ലഷ് ഉണ്ടാവും തോന്നുന്നു. എടാ ഒന്ന് നോക്കടാ. എടാ നിനക്ക് അറിയാലോ എനിക്കൊന്നും അറിഞ്ഞോടുന്നു. എനിക്ക് ആകെ കുറച്ച് തിയറി അറിയാൻ പാടുള്ളൂ. പ്രാക്ടിക്കൽ ഞാൻ പാസ്സായിട്ടില്ലടാ. ചന്ദ്രക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെ പുല്ലേ അവള് ചോര ഉണ്ട് തലയറി നിൽക്കുന്ന നിനക്ക് കാണാമേലേ. നീ ഒന്നും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലേ? എന്തെങ്കിലും ചെയ്യേ. ബ്ലീഡിങ് നിർത്തിയാൽ മതി. കണ്ടിട്ട് ഫ്ലഷ് ഉണ്ടാണ്. ഇല്ലെങ്കിൽ ഹെമറാജിക് ഷോക്ക് ഉണ്ടാവും. പിന്നെ ഏറി 5 മിനിറ്റ് സണ്ണി വിൽ ഡൈ. നിനക്കൊന്നും പറ്റില്ല. ഞാൻ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ചെയ്താൽ മതി. ഒന്നും മിണ്ടാതിരിക്കാവോ? നീ ഓട്ടോ കടം പോയി നോക്കി. നമുക്കൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാവോ? വേണു ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പൊ പോയാൽ ശരിയാവില്ല. താനൊന്നും പറയണ്ട. താനേ ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത്. നീ ചെല്ലണം. നൈജില വേണ്ട. താൻ ആരോ ഓർഡർ ഇടാൻ? നീ ചെല്ലണം. ഈ പുള്ളിക്കാരിയെ കൊണ്ട് വേണു. ചന്ദ്ര മാറ്.
വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കല്ലേ. മാറ് മാറ് അവിടെ മാറ്. മാറ്. ഞാൻ പറയുന്ന പോലെ ചെയ്. ചന്ദ്ര അവര് വിട്.